നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ കേരളത്തിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ABVP നേതാവിൻ്റെ നിലവാരത്തിൽ തർക്കിച്ച് ക്യാമ്പസിൽ സമരം ചെയ്ത് ഈ മിഠായി തെരുവിലൂടെ നടന്ന് ഹൽവ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഗവർണറെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനൊരു പവിത്രതയുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഈ ഭരണഘടന ഈ മന്ത്രിസഭയുടെ അനുവാദത്തോടുകൂടി അഥവാ മന്ത്രിസഭയുടെ ഉപദേശത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഗവർണർ എന്ന ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടായിരുന്നു. രാജ്ഭവനൊരു പവിത്രതയുണ്ടായിരുന്നു. ആ പവിത്രതയാണ് മിഠായി തെരുവിൽ ഈ പറയുന്ന SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന് ഹൽവ തിന്നുന്നതിലൂടെ അദ്ദേഹം കളഞ്ഞു കുളിച്ചത്. അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം ഒരു പബ്ലിക് പോപ്പുലർ ഹീറോ ആകാനാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഗവർണറുടെ ഈ നീക്കങ്ങൾക്ക് പൊതുസമ്മതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, 8 ബില്ലുകളിൽ 7 ബില്ലുകളാണ് അദ്ദേഹം അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെച്ചത്, ഒരു തത്വദീക്ഷയുമില്ലാതെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? അതിലൊന്ന് ലാൻഡ് അസൈൻമെൻറ്റ് ബില്ലല്ലേ. എന്താണ് ഇടുക്കിയിലെ ഈ ഭൂമി ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് അനുകൂലമായിട്ട് ബില്ല് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ബില്ലടക്കം 7 ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് അത് ഒപ്പിടാതെ വെച്ചു. ചിലത് 4 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അക്കാര്യത്തിലൊക്കെ ഇനി സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്. അങ്ങനെ SFIയെ വെല്ലുവിളിച്ചും മുഖ്യമന്ത്രിയെയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയും ഒക്കെ നിരന്തരം വെല്ലുവിളിച്ചും തെരുവിലിറങ്ങി പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കുക.